കഴിഞ്ഞ 3 മാസക്കാലം വേനലായിരുന്നു. വേനൽക്കാലത്ത് പാലിന്റെ ഉൽപാദനം വളരെ കുറവായിരുന്നു. എന്നാൽ ഉൽപാദന ചെലവ് കൂടുതലായിരുന്നു. കാലിത്തീറ്റയുടെ വില വർധനവ്, പിണ്ണാക്കിന്റെ വില വർധനവ്, വൈക്കോലിന്റെ വില വർധനവ്, ഇതെല്ലാം കൊണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യിൽ നിന്നും ധാരാളം കർഷകർ ഈ തൊഴിൽ തന്നെ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി തീരുകയാണുണ്ടായത്. ഇപ്പോ 3 രൂപ 30 പൈസ കർഷകർക്ക് നൽകിയാൽ തന്നെ അവരുടെ ലാഭം വർദ്ധിക്കാൻ പോകുന്നില്ല. അവരുടെ നഷ്ടം വാസ്തവത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ക്ഷീര കർഷകൻ എങ്ങനെ അല്പം പിടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, മിൽമ ഒരു വർഷം 4-5 മാസങ്ങളിലായിട്ട് ഇൻസെന്റീവ് കൊടുക്കാറുണ്ട്. അതായത് 1 ലിറ്റർ പാലിന് 3 രൂപയോ 4 രൂപയോ വെച്ച് ഇൻസെന്റീവ് നൽകാറുണ്ട്. ആ ഇൻസെന്റീവ് കൊണ്ട് മാത്രമാണ് വാസ്തവത്തിൽ ക്ഷീര കർഷകൻ ഒരുവിധം എങ്കിലും ഇപ്പോൾ പിടിച്ചു നിന്ന് പോകുന്നത്. ഇപ്പോൾ ക്ഷീര കർഷകരെ സംബന്ധിച്ച് മിൽമ ഇത്തരത്തിലൊരു ഇൻസെൻറ്റീവ്, അങ്ങനെ ഒരു താങ്ങ് നൽകുന്നത് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് എന്നാണോ താങ്കൾ പൂർണ്ണമായി പറഞ്ഞു വെക്കുന്നത്? അതായത് ഇപ്പോൾ കാലിത്തീറ്റയുടെ വില വർധന ഉണ്ടായിരിക്കുന്നു, ആവശ്യത്തിന് പുല്ല് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു, ഈ ഒരു വേനൽക്കാലത്ത് കറവ പറ്റുന്നൊരു സാഹചര്യം പല ക്ഷീര കർഷകരും പറഞ്ഞിരുന്നു. താങ്കൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, അത്തരത്തിലുള്ള അനുഭവങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ മിൽമ ഈ ഇൻസെന്റീവ് കൊടുക്കുന്നത് കൊണ്ടും, അതുപോലെ ത്രിതല പഞ്ചായത്തും ഇതുപോലെ 2-3 മാസം ഈ ഇൻസെന്റീവ് നൽകാറുണ്ട്. അപ്പൊ ഈ ഇൻസെന്റീവ് കൊണ്ട് മാത്രമാണ് ഒരുവിധമെങ്കിലും കർഷകർ പിടിച്ചു പോയിരുന്നത്. അല്ലെങ്കിൽ ഈ മേഖല പൂർണ്ണമായിട്ടും നശിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സംബന്ധിച്ച് ഈ ഒരു വാർത്ത കേട്ട് കാണുമല്ലോ. അപ്പോൾ ഈ 4 രൂപ ഒരു ലിറ്റർ പാലിന് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇത് കുറച്ചു കാലം കൊണ്ട് വർദ്ധിപ്പിക്കും എന്ന് പറയുന്നതല്ലാതെ അത് നിലവിൽ ഇതുവരെ ഇല്ല. പക്ഷെ അത് നിലവിൽ വന്നാൽ കർഷകർക്ക് ആശ്വാസം തന്നെയാണ്. അപ്പോൾ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു 4 രൂപ കൊണ്ട് ഒരു മെച്ചമുണ്ടാകുമോ, പ്രത്യേകിച്ച് ക്ഷീര കർഷകരെ സംബന്ധിച്ചും മിൽമ ബോർഡിനെ സംബന്ധിച്ചും? ഒരു ആശ്വാസം എന്തായാലും ഉണ്ടാകും. കാരണം ഇത് കർഷകന് കിട്ടുന്നത് 3 രൂപ 35 പൈസയാണ്. 65 പൈസ ക്ഷീര സംഘങ്ങൾക്കാണ് ലഭിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ മേഖല ഒരല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ ഇത് സഹായിക്കും, ഉറപ്പാണ്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കുന്നു. അതായത് ഇപ്പോൾ സൊസൈറ്റിയിൽ നൽകുന്ന പാൽ, ആ പാൽ വില, ആ കിട്ടുന്ന ആ ഒരു തുക കൊണ്ട് ഈ ഒരു മേഖല മുന്നോട്ട് പോകാൻ കഴിയുന്നതാണോ? ഒരു ക്ഷീര കർഷകന് ഈ ചിലവൊക്കെ തന്നെ കഴിഞ്ഞിട്ട് മിച്ചം വയ്ക്കാനായി എന്തെങ്കിലും അവിടെ ബാക്കി ഉണ്ടാകുന്നുണ്ടോ? മിച്ചം വയ്ക്കാൻ വാസ്തവം പറഞ്ഞാൽ ഈ ചില ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം പശുവിനെ കറക്കുന്നത് അവർ സ്വന്തമായിട്ടാണ്. അത്തരം കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും സമ്പാദിക്കുവാൻ കഴിയും. എന്നാൽ ഭൂരിഭാഗം കർഷകരും മറ്റ് കർഷകരൊക്കെ തന്നെ കറവക്കാരെ വെച്ചാണ് പാല് കറക്കുന്നത്. കറവക്കാരെ വെച്ച് കറക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പശുവിന് 1200 മുതൽ 1500 രൂപ വരെ പ്രതിമാസം അവർക്ക് കറവ കൂലി കൊടുക്കേണ്ടി വരും. അപ്പൊ അത്തരം കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ലാഭം അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.